ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു സ്മാർട്ട് ശ്രീ. നമ്മൾ വീണ്ടും അടുത്തൊരു ക്ലാസ്സിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മളിന്ന് കുറച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചത് പ്രൊബബിലിറ്റി അല്ലേ, സാധ്യത. അതിൻ്റെ ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് 2-3 ക്ലാസ്സുകൾ നമ്മൾ പ്രൊബബിലിറ്റിയുമായി ബന്ധപ്പെട്ട്, 4 ക്ലാസ്സുകൾ നമ്മൾ സാധ്യതയുടെ ഗണിതം പ്രൊബബിലിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ എടുത്തതാണ്. സാധ്യത എനിക്ക് തോന്നുന്നു അടുത്ത ഒരു ടോപ്പിക്ക് ഏകദേശം അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് നമ്മൾ ഇന്ന് വീണ്ടും അടുത്തതായിട്ട് പരിചയപ്പെടാൻ പോകുന്നത്. അതായത് പ്രൊബബിലിറ്റി, ചാൻസ്. ആ ഒരു സാധ്യതയുമായി ബന്ധപ്പെടുത്തേണ്ട അല്ലെങ്കിൽ അതിനായിട്ട് റിലേറ്റ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ് അടുത്തത് നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്നാണ് ടോപ്പിക്കിന്റെ പേര്. പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്, മലയാള അർത്ഥം അതിന്റെ ക്രമീകരണവും തിരഞ്ഞെടുക്കലുമാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ അല്ലെങ്കിൽ കഴിഞ്ഞ ടോപ്പിക്ക് നമ്മൾ സാധ്യതകളുടെ ഗണിതം അല്ലെങ്കിൽ പ്രോബബിലിറ്റി നമ്മൾ പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അതിനോട് എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായും ബന്ധം തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ കുറച്ചും കൂടി എന്താ പറയുക, വേറെ ഒരു തരംതിരിക്കൽ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളാകാം, അല്ലെങ്കിൽ എന്താ പറയുക ഒരു കൂട്ടം സംഖ്യകളാകാം, അല്ലെങ്കിൽ ഒരു കൂട്ടം വസ്തുക്കളാകാം, ഒരു ഗ്രൂപ്പ് ഓഫ് തിങ്സ് ഓർ പേഴ്സൺസ് ഓർ നമ്പേഴ്സ്. അതിൽ നിന്നും അതിനെയൊക്കെ നമുക്ക് എങ്ങനെ ഒരു പർട്ടിക്കുലർ ഫോമിൽ അറേഞ്ച് ചെയ്യാം. അതാണ് ക്രമീകരണം, അറേഞ്ച്മെന്റ്. പെർമ്യൂട്ടേഷൻ അതിന്റെ മലയാളം മീനിങ് ആണ് ക്രമീകരണം. അതിന് നമുക്ക് ഒരു കോമൺ യൂസേജ് ആണെങ്കിൽ അതിനെ അറേഞ്ച്മെന്റ് എന്ന് പറയാം. ഒരു ക്രമീകരിക്കില്ല. അതായത് ഇഫ് ദ ഗിവൺ നമ്പർ ഓഫ് പേഴ്സൺസ് അല്ലെങ്കിൽ ഇഫ് ദ ഗിവൺ നമ്പർ ഓഫ് നമ്പേഴ്സ്, ഡിജിറ്റ്സ്, അല്ലെങ്കിൽ ഗിവൺ നമ്പർ ഓഫ് തിങ്സ്, കുറച്ച് സാധനങ്ങൾ അല്ലെങ്കിൽ വ്യക്തികൾ അല്ലെങ്കിൽ എന്താ പറയുക സംഖ്യകൾ, ഇവ ഗ്രൂപ്പായിട്ട് വെച്ചിരിക്കുന്നതിൽ നിന്ന് നമുക്ക് എന്താ പറയുക അതിനെ അറേഞ്ച്മെന്റ് ചെയ്യാനായിട്ട്, അതിനെ ഒരു പ്രത്യേക രീതിയിൽ ക്രമീകരിക്കാൻ എന്നാണ്. എന്നിട്ട് ആ ക്രമീകരിച്ചതിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എന്താ പറയുക സ്വഭാവമുള്ള നേച്ചറിലുള്ള ഒരെണ്ണത്തിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ, സെലക്ഷൻ, അതാണ് നമ്മളുടെ തിരഞ്ഞെടുക്കൽ. കോമ്പിനേഷന്റെ ഒരു സാധാരണ നമ്മൾ കോമൺലി ഉപയോഗിക്കുന്ന ഒരു വാക്ക് സെലക്ഷൻ എന്നാണ്, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കൽ. അപ്പൊ ഈ ഒരു തിരഞ്ഞെടുപ്പ് എങ്ങനെ നടത്താം, അതാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ കഴിഞ്ഞത് സാധ്യതയാണ്. സാധ്യതകൾ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ കുറെ ഒരു ഗ്രൂപ്പ് ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ട് സ്പെസിഫൈ ചെയ്യുന്ന രീതിയിൽ നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്ത് അതിൽ നമുക്ക് വേണ്ടത് തന്നെയാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് കുറച്ചും കൂടി ഹൈ ലെവലിലേക്ക് പോകുമ്പോൾ നമുക്ക് വേണ്ട ഒരു ടോപ്പിക്കാണ് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിൽ നിന്നോ ഗ്രൂപ്പ് ഓഫ് തിങ്സിൽ നിന്നോ ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സിൽ നിന്നോ നമ്മളിങ്ങനെ സെലക്ഷൻസ് നടത്തുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക രീതിയിലുള്ള അറേഞ്ച്മെന്റുകൾ നടത്തുമ്പോൾ അതിന് നമുക്ക് ഏറ്റവും ആദ്യം അറിയേണ്ടത് അതിൻ്റെ കൗണ്ടിങ് ആണ്. എന്ന് വെച്ചാൽ അത് എത്ര എണ്ണമുണ്ട് അല്ലെ, ആ പറഞ്ഞ ഗ്രൂപ്പിനകത്ത് വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഓർ ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് ഓർ ഗ്രൂപ്പ് ഓഫ് തിങ്സ്. ആ പർട്ടിക്കുലർ ഗ്രൂപ്പിൽ എത്ര ഒരു വ്യക്തിയാണോ അല്ലെങ്കിൽ സംഖ്യകളാണോ അല്ലെങ്കിൽ തിങ്സ് ആണോ എന്താണോ അതിൽ എത്ര എണ്ണം ഉണ്ട്, അതിന് കൗണ്ടിങ് എന്നാണ് നമ്മൾ വിളിക്കുക അല്ലെ. അപ്പൊ നമ്മൾ എണ്ണി നോക്കണം എത്ര എണ്ണം ഉണ്ട്, അതിനകത്തുനിന്ന് നമുക്ക് എന്താണ് വേണ്ടത്. അതാണ് ആ ഒരു കൗണ്ടിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ക്രമീകരണവും തിരഞ്ഞെടുക്കലും നമുക്ക് വേണമെങ്കിൽ നമുക്ക് അതിനകത്ത് ആദ്യം അറിയേണ്ടത് അതിൻ്റെ കൗണ്ടിങ് ആണ്. ഈ കൗണ്ടിങ് നമുക്കറിയാം. കൗണ്ടിങ് എന്ന് പറയുമ്പോൾ നമുക്ക് എണ്ണുക എന്നുള്ളത് തന്നെയാണ്. കൗണ്ടിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ പെർമ്യൂട്ടേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് എന്താ പറയുക, നമ്മൾ ഇപ്പം നമ്മൾ ഒരു സംഖ്യ കൗണ്ട് ചെയ്യുമ്പോൾ 1 2 3 എന്ന് കൗണ്ട് ചെയ്യുമ്പോൾ ഇവിടെ പെർമ്യൂട്ടേഷനിൽ നമ്മൾ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ n ഫാക്ടോറിയൽ, അത് നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്. n ഇട്ടിട്ട് നമ്മൾ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഇടുന്ന പോലെ n ഫാക്ടോറിയൽ എന്നാണ് അത് വായിക്കുന്നത്. എന്താണ് വായിക്കേണ്ടത്? n ഫാക്ടോറിയൽ എന്ന് വായിക്കും. n ഫാക്ടോറിയൽ അല്ലെങ്കിൽ ക്രമഗുണിതം n എന്നാണ് നമ്മൾ ഇതിനെ വായിക്കുക. അതാണ് നമ്മൾ വായിക്കുന്ന രീതി. അപ്പൊ n ഫാക്ടോറിയൽ എന്നാണ്. അതായത് കൗണ്ടിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും അല്ലെങ്കിൽ ക്രമീകരണവും തിരഞ്ഞെടുക്കലും എന്നുള്ളത് കൊണ്ട് കൗണ്ടിങ്ങിന് വേണ്ടി നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ആ ഒരു ഷോർട്ട് ഫോം എന്ന് പറയുന്നത് എന്താണ്? n ഫാക്ടോറിയൽ എന്നാണ്. n ഫാക്ടോറിയൽ മീൻസ് ക്രമഗുണിതം n എന്നാണ്. ഇനി എന്താണ് വാട്ട് ഈസ് n ഫാക്ടോറിയൽ എന്ന് പറയുന്നത്? എന്താണ് ഈ ക്രമഗുണിതം n എന്ന് വിളിക്കുന്നത്? ക്രമമായി ഗുണിക്കുന്നത്, അല്ലാതെ എന്താണ്? ഇറ്റ് ഈസ് ദ കണ്ടിന്യൂസ് പ്രോഡക്റ്റ് ആണ്. ഏതിൻ്റെയൊക്കെ ഒരു കണ്ടിന്യൂസ് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ്
കറക്റ്റ് ആണ്. കണ്ടിന്യൂസ് നമ്പേഴ്സ് മീൻസ് ദ നമ്പർ വിച്ച് ഇസ് ഗിവൺ. നമുക്ക് തന്നിരിക്കുന്ന സംഖ്യ ഏതാണോ അതാണ് ഇവിടെ n എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ 5 എന്താ പറയാ സംഖ്യകളുണ്ട്, അല്ലെങ്കിൽ എന്താ പറയാ 5 അക്ഷരങ്ങളുള്ള ഒരു വാക്ക് തന്നിരിക്കുന്നു. അതിൽ നിന്ന് നമുക്ക് എന്താ പറയാ അത് വെച്ചിട്ട് ആ ഒരു 5 അക്ഷരങ്ങളുള്ള വാക്ക് വെച്ചിട്ട് ഹൗ മെനി അറേഞ്ച്മെന്റ്സ് യു ക്യാൻ മേക്ക്, എത്ര ക്രമീകരണങ്ങൾ നമുക്ക് നടത്താൻ സാധിക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ 5 എണ്ണമാണ് അതിനകത്തുള്ളത്. 5 ലെറ്റേഴ്സ് ആണ് ഉള്ളത്. അതിനകത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യണം, വേർഡ്സ് ഉണ്ടാക്കണം. എത്ര വേർഡ്സ്, ഇൻ ഹൗ മെനി വേയ്സ്, എത്ര വേയ്സിൽ, എത്ര, അത് നമ്മൾ കൗണ്ടിങ് ആണത്. മനസ്സിലായല്ലോ? അപ്പൊ 5 അക്ഷരമുള്ളത് അല്ലെങ്കിൽ 4 അക്ഷരമുള്ളത് അല്ലെങ്കിൽ 3 അക്ഷരമുള്ളത്, ഇതിനൊക്കെ നമ്മൾ എന്താ പറയുക ഇവിടെ നമ്മൾ പെർമ്യൂട്ടേഷനിൽ ക്രമീകരിക്കാനുള്ള ഒരു രീതി ഈ 3 അക്ഷരങ്ങൾ ഉപയോഗിക്കും. ഇപ്പൊ നമുക്ക് ഉദാഹരണം പറയാം. എന്താ പറയാ APPLE ആപ്പിൾ എന്ന് പറയുന്ന ഒരു വാക്ക്, അല്ലെങ്കിൽ MAN മാൻ എന്ന് പറയുന്ന വാക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും ബ്യൂട്ടി BEAUTY ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു വാക്ക്. ഇങ്ങനെ ഡിഫറെന്റ് വേർഡ്സ് നമുക്കറിയാം. ആൽഫബറ്റ്സ് ഉപയോഗിച്ച് നമ്മൾ ഓരോ വാക്കുകൾ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന വാക്കുകളിൽ അതിന്റെ അക്ഷരങ്ങൾ തിരിച്ചു മറിച്ചുമൊക്കെ ഏതൊക്കെ രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും എന്നാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ അത് നമ്മൾ ആ ഡിഫറെന്റ് നമ്പർ ഓഫ് വേയ്സ് ആണ്. ആ ഡിഫറെന്റ് നമ്പർ ഓഫ് വേയ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, n ഫാക്ടോറിയൽ എന്ന്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ആ സംഖ്യ എത്രയാണോ അതിന്റെ ഫാക്ടോറിയൽ ആണ്. അപ്പൊ ആ ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞ ആ ഒരു സംഖ്യയുടെ ഫാക്ടോറിയൽ എന്ന് പറയുന്നത് അതിനെ ക്രമമായി ഗുണിക്കുന്നതാണ്. ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ n ഫാക്ടർ മീൻസ് n ഈസ് ദ നമ്പർ. ഏതാണ് നമുക്ക് തന്നിരിക്കുന്ന സംഖ്യയാണ് നമ്മൾ n എന്ന് വിളിക്കുക. ഇഫ് ഐ എം റൈറ്റിംഗ് ദ നമ്പർ ആസ് 5 ഫാക്ടോറിയൽ, n-ന് പകരം ഞാൻ ഇവിടെ സംഖ്യ കൊടുക്കുകയാണ്. 5 ഫാക്ടോറിയൽ നമുക്ക് കാണാം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 5 ഫാക്ടോറിയൽ? 5 ക്രമഗുണിതം 5 എന്നുള്ളതിന്റെ ഫാക്ടോറിയൽ എങ്ങനെ നമുക്ക് എഴുതാൻ സാധിക്കും? ക്രമമായി ഗുണിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് 1 മുതൽ 5 വരെ ഗുണിക്കാം, അല്ലെങ്കിൽ നേരെ തിരിച്ചെഴുതാം. കാരണം എന്താ വെച്ചാൽ നേരെ തിരിച്ചെഴുതാണ് കുറച്ചും കൂടി നമ്മൾ, അതായത് അസെൻഡിങ് ഓർഡറിനേക്കാൾ ഉപരി അത് ഡിസെൻഡിങ് ഓർഡറിൽ അതിനെ ക്രമമായി ഗുണിക്കുന്നത് എഴുതുന്നതാണ്. കാരണം അതിന്റെ തൊട്ടടുത്ത് നമ്മൾ ഇനി എന്താ പറയാ നമ്മൾ കോമ്പിനേഷൻസ് അല്ലെങ്കിൽ സെലക്ഷൻസ് തെരഞ്ഞെടുത്ത് നടക്കും. ആ തെരഞ്ഞെടുക്കുന്ന ആ ഒരു സംഭവം കാണാനായിട്ട് അതിന്റെ ആ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഒരു ചെറിയ കാൽക്കുലേഷൻ ചെയ്യേണ്ട വരും. അന്നേരം നമ്മളത് ഏതാണ് ഈ അസെൻഡിങ് ഓർഡറിനേക്കാൾ കൂടുതൽ നമുക്ക് എഴുതുന്നത് ഉചിതം ഏതായിരിക്കും? ഡിസെൻഡിങ് ഓർഡറിൽ ആ തന്നിരിക്കുന്ന സംഖ്യകളെ ഗുണിച്ചെഴുതാം. അപ്പൊ 5 ഫാക്ടോറിയൽ മീൻസ് 5 വരെ ഒരു സംഖ്യ റിപ്പീറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുക, ആ സംഖ്യ 5 വരെ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ദാറ്റ് മീൻസ് നമ്മൾ ഇങ്ങനെ എഴുതാം 1 × 2 × 3 × 5. ഇതാണ് 5 ഫാക്ടോറിയലിന്റെ വില. അത് ഞാൻ പറഞ്ഞത് നമുക്ക് ഇങ്ങനെയും എഴുതാന്ന്. എന്താണ് 4 × 5 5 × 4 × 3 × 2 × 1. മനസ്സിലായോ? അത് ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുന്നതാണ് കുറച്ചുകൂടി നല്ലത്. കാരണം ഇത് എത്ര അറേഞ്ച്മെന്റ്സുകൾ നടത്താം എന്നുള്ളത് നമ്മൾ ഇങ്ങനെ കണ്ടുപിടിക്കുന്ന സമയത്ത് അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും സെലക്ഷൻസ് നടത്തണം എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പൊ നമുക്കത് ബൈ ഇട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒക്കെ സൗകര്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ്. എങ്ങനെ വേണമെങ്കിലും എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ 5 ഫാക്ടോറിയൽ ഏതെങ്കിലും ഒരു സംഖ്യയുടെ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു സംഖ്യയുടെ ആദ്യം നമ്മൾ ഇതാണ് കണ്ടുപിടിക്കുക n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തന്നിരിക്കുന്ന n-നെ അത്രയും എന്താ പറയാ ക്രമമായിട്ട് ഗുണിക്കുക, ആ സംഖ്യ വരെ ക്രമമായി ഗുണിക്കുക എന്നാണ്. ഇറ്റ് ക്യാൻ ബി റിട്ടൺ ഐദർ അസെൻഡിങ് ഓർഡർ ഓർ ഡിസെൻഡിങ് ഓർഡർ, ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എഴുതാം എന്നുള്ളതാണ്. അങ്ങനെയാണ് അതിനെയാണ് ക്രമീകരിക്കുക എന്ന് പറയാം. അപ്പൊ നമുക്ക് 5 അക്ഷരം ഉള്ള ഒരു വേർഡ് തന്നിട്ടുണ്ടെങ്കിൽ അതിന് എങ്ങനെ നമുക്ക് എന്താ പറയാ വേർഡ്സ് ആയിട്ട് എത്ര അറേഞ്ച്മെന്റുകൾ മൊത്തം നടത്താൻ പറ്റും എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് 5 ഫാക്ടോറിയൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ 5 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ വാല്യൂ ഇങ്ങനെയാണ് കിട്ടുക, 5 × 4 × 3 × 2 × 1, അല്ലെങ്കിൽ എന്താ പറയാ 1 × 2 × 3 × 4 × 5. അപ്പൊ ഒരു സംഖ്യയുടെ ഫാക്ടോറിയൽ കാണുന്നത് എങ്ങനെയാണ്? സംഖ്യ ഇതാ അതിന്റെ ഫാക്ടോറിയലിന്റെ ചിഹ്നം കണ്ടു കഴിഞ്ഞാൽ, അതിന്റെ ആ ഒരു ഫാക്ടോറിയലിന്റെ ക്രമഗുണിതത്തിന്റെ ചിഹ്നം കണ്ടാൽ നമ്മൾ അതിനെ കണ്ടിന്യൂസ് ആയിട്ട് ആ നമ്പറുമായി മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് ഇതിന്റെ ആൻസർ? 5 × 4 20, 20 ഇത് 3 × 2 6 അല്ലേ, 20 × 6 എത്ര വരും? 120 ആണ് 5 ഫാക്ടോറിയലിന്റെ വാല്യൂ. അപ്പോൾ ഏതൊരു സംഖ്യയുടെയും ഫാക്ടോറിയൽ കാണാനായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി. സംഖ്യ അതിന്റെ കൂടെ ഫാക്ടോറിയൽ കണ്ടു കഴിഞ്ഞാൽ ആ സംഖ്യ വരെ അതിനെ കണ്ടിന്യൂസ് ആയിട്ട് അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ ഏതെങ്കിലും ഓർഡറിൽ നമ്മൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് വേറെ ഒരെണ്ണം ചെയ്താലോ? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 6 ഫാക്ടോറിയൽ? അപ്പൊ 6 ഫാക്ടോറിയൽ എന്തായിരിക്കും? എങ്ങനെ തന്നെ എഴുതാം? 6 × 5 × 4 × 3 × 2 × 1 ലാസ്റ്റ് ഉണ്ട്. നമുക്കറിയാം 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും സെയിം നമ്പർ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം മൾട്ടിപ്ലൈ ചെയ്തതിന്റെ ആൻസർ തന്നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും കിട്ടുള്ളൂ. 1 എഴുതിയാലും എഴുതിയില്ലെങ്കിലും നോ പ്രോബ്ലം. അപ്പൊ നമ്മൾ ഇതിനെ ഗുണിക്കും. 6 × 5 30, 30 × 4 120 അല്ലെ, 120 × 3 360 അല്ലെ. നോക്കാം 6 360, വീണ്ടും 360 × 2
720. സോ ദ ഫാക്ടോറിയൽ 6 ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 720. അപ്പൊ സംഖ്യയെ അത്രയും വരെ നമ്മൾ എന്ത് ചെയ്യുക, ക്രമമായിട്ട് അതിനെ എന്താ പറയുക, ഒരു പർട്ടിക്കുലർ ഓർഡറിൽ നമ്മൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് ഗുണിക്കുക എന്നുള്ളതാണ് ഫാക്ടോറിയൽ എന്ന് പറയുന്നതിന്റെ അർത്ഥം. അപ്പൊ ഈ പെർമ്യൂട്ടേഷൻസിലും അതുപോലെ തന്നെ കോമ്പിനേഷൻസിലും നമുക്ക് പ്രധാനമായിട്ടും വേണ്ട ഒരു സംഭവമാണ് ഈ ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു സംഖ്യയുടെ ഫാക്ടോറിയൽ മീൻസ് ടു കണ്ടിന്യൂസ്ലി നമുക്ക് എന്ത് ചെയ്യുക, അതിന്റെ പ്രോഡക്റ്റ് കാണുക എന്നുള്ളതാണ് അല്ലെ, നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് എന്നുള്ളതാണ്. ഇനി മറ്റൊരെണ്ണം നോക്കിയാലോ നമുക്ക്. What is the value of 3 factorial? 3 factorial എന്ന് പറയുമ്പോൾ 3 into 2 into 1 that is 6 ആണ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, what is the factorial of അല്ലെങ്കിൽ what is the value of, നമുക്ക് ഇങ്ങനെ എഴുതാം, 6 factorial divided by 3 factorial. ഇങ്ങനെയാണെങ്കിലോ 6 factorial by 3 factorial. 6ന്റെ ഫാക്ടോറിയൽ ഇവിടെ എഴുതണം, താഴെ ബൈ ഇട്ടിട്ട് നമ്മൾ 3ന്റെ ഫാക്ടോറിയലും എഴുതണം. നമുക്കറിയാലോ അതെ 6ന്റെ ഫാക്ടോറിയൽ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിങ്ങനെ 6 തുടങ്ങി എന്താ പറയുക, നമ്മൾ തിരിച്ച് ഡിസെൻഡിങ് ഓർഡറിൽ 1 വരെ എഴുതി. അതുപോലെ തന്നെ 3ന്റെ ഫാക്ടോറിയൽ അതും അതുപോലെ തന്നെ തിരിച്ച് ഏത് വേണമെങ്കിലും സംഖ്യകൾ എടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും നോക്കാം. നമുക്ക് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് വെട്ടി ചെറുതാക്കാനൊക്കെ എളുപ്പത്തിന് 6 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 6 into 5 into 4 into 3 into 2 into 1 എന്നാണ് 6 ഫാക്ടോറിയലിന്റെ വാല്യൂ. ബൈ 3 ഫാക്ടോറിയൽ മീൻസ് 3 into 2 into 1 ആണ്. ഇപ്പൊ നമുക്ക് നോക്കാം, ഈ ഫാക്ടോറിയലിനെ സൂചിപ്പിക്കുന്ന സംഖ്യകളുടെ വാല്യൂ നമ്മൾ ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്കറിയാം ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്ററിൽ സെയിം നമ്പർ തന്നെ അടിയിലും മുകളിലും ഒരേ സ്ഥാനത്ത്, അതായത് അംശത്തിലും ഛേദത്തിലും ഒരേ സംഖ്യകൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നാൽ വി ക്യാൻ സ്ട്രൈക്ക് ഇറ്റ് ഓഫ്. എന്താ ചെയ്യാം, നമുക്കത് വെട്ടിക്കളയാം. 3 into 2 into 1 ഇവിടെയുണ്ട്. സോ വെട്ടിക്കളഞ്ഞു. ബാക്കിയുള്ളത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ, എളുപ്പത്തിന്. അതാണ് പറഞ്ഞത്, അങ്ങനെ വെട്ടിക്കളയാനൊക്കെ ഒരു എളുപ്പത്തിന് അറ്റത്തുനിന്ന് തുടങ്ങി ഇടയിൽ വെട്ടുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് അറ്റത്തുനിന്ന് തുടങ്ങി. നമ്മൾ 3 to 1 വെട്ടി, ഇവിടെ നിന്ന് അടിയിൽ നിന്നും വെട്ടി. 6 into 5 30, 30 into 4 120. കണ്ടോ, 120. അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനെയും ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. വേറെ ഒരെണ്ണം നമുക്ക് ചെയ്താലോ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 8 ഫാക്ടോറിയൽ ബൈ 5 ഫാക്ടോറിയൽ? 8 ഫാക്ടോറിയൽ ബൈ 5 ഫാക്ടോറിയൽ എന്താണ് ഇതിന്റെ വാല്യൂ? 8 ഫാക്ടോറിയൽ മീൻസ് 8 into 7 into 5 6 into 5 into 4 into 3 into 2 into 1 by 5 factorial means 5 into 4 into 3 into 2 into 1. നോക്കാം, ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോമൺ ഒരു ഐഡിയ കിട്ടിയോ നോക്കിയേ. നമ്മൾ എഴുതുന്ന ഇന്ന് ഡിവൈഡ് ചെയ്യേണ്ടി വരുമ്പോൾ ഒരു ഫാക്ടോറിയൽ നമ്പറിനെ മറ്റൊരു ഫാക്ടോറിയൽ നമ്പറിന്റെ വാല്യൂയോട് ഡിവൈഡ് ചെയ്ത് അതിന്റെ സൊല്യൂഷനിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ നോക്കാം, നിങ്ങൾ ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടിയ ഒരു എന്തെങ്കിലും ഒരു ബേസിക് ഐഡിയ ഉണ്ടോ നോക്കാം. മുകളിലുള്ള സംഖ്യകളില് 5 അടിയിൽ വന്നിരിക്കുന്ന ഡിനോമിനേറ്റർ വരെയുള്ള സംഖ്യ ഉണ്ടെങ്കിൽ നമുക്കത് പിന്നെ എഴുതേണ്ട ആവശ്യമില്ല, അത്രയും ബാക്കിയുള്ളത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് മീൻസ് നമ്മൾ ഇപ്പൊ ഇത് എഴുതുമ്പോൾ 5 ഫാക്ടോറിയലാണ് അടിയിലുള്ളത്. ദാറ്റ് മീൻസ് 5 തുടങ്ങി നമ്മൾ തിരിച്ച് ഡിസെൻഡിങ് ഓർഡറിൽ 5 4 3 2 1 എഴുതും. അപ്പൊ ഈ മുകളിനകത്തും എന്തുണ്ടായിരിക്കും, 5 തുടങ്ങിയുള്ള അതേ സംഖ്യകൾ തന്നെ ന്യൂമറേറ്ററിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. അപ്പൊ ഈ താഴെയുള്ള സംഖ്യ മൈനസ് ചെയ്തിട്ട് ബാക്കിയുള്ളത് എഴുതിയാലും മതിയില്ലേ. 8 into 7 into 6 ഇത്രയും എടുത്താൽ പോരെ. ഈ ഒരു ഭാഗം നമുക്ക് അവോയ്ഡ് ചെയ്യാം, കാരണം അതിന്റെ ഫാക്ടോറിയൽ ിനകത്ത് 8 ഫാക്ടോറിയലിനകത്ത് 5 ഫാക്ടോറിയലിന്റെ വാല്യൂസും അവിടെ വരുന്നുണ്ട്. അപ്പൊ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം വാല്യൂ വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ വെട്ടിക്കളയും. അപ്പൊ അത് വെട്ടി എഴുതി വെറുതെ വീണ്ടും നമ്മളുടെ കുറെ സമയം പാഴാക്കേണ്ടിരിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ബാക്കിയുള്ള വാല്യൂസ് ചെയ്താൽ മതി. അതായത് 5 കഴിഞ്ഞ് വരുന്ന വാല്യൂ 6 7 8. ഓക്കെ, അതിന്റെ പ്രോഡക്റ്റ് കണ്ടാൽ മതി. 7 into 8 56 അല്ലെ. 7 8s are 56. 56 into 6 ആണ്. 6 6 36, ബാലൻസ് 3 5 6 are 30 plus 3 33. 336 ആണ് ദ വാല്യൂ ഓഫ് 8 ഫാക്ടോറിയൽ ബൈ 5 ഫാക്ടോറിയൽ. കണ്ടോ, അപ്പൊ അങ്ങനെ നമുക്ക് ഫാക്ടോറിയൽ ഉപയോഗിച്ച്, അതായത് കൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് n ഫാക്ടോറിയൽ, അല്ലെങ്കിൽ ക്രമമായി ഗുണിച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിന്റെ വാല്യൂ കാണുന്ന രീതിയാണ്, ഈ ഫാക്ടോറിയലിന്റെ വാല്യൂ കാണുന്ന രീതിയാണ് നമ്മളിപ്പോൾ ചെയ്തത്. അത് എന്താ പറയുക, ഫാക്ടോറിയലിന്റെ വാല്യൂ കാണുന്നു, മറ്റൊരു ഫാക്ടോറിയലിനെ ഒരു ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിന്റെ വാല്യൂ കാണുന്നു. ഈ 2 ടൈപ്പാണ് നമ്മളിപ്പോൾ ചെയ്തത്. എപ്പോഴാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടി വരിക, ക്രമീകരണവും തിരഞ്ഞെടുക്കലും നടത്തേണ്ട സാഹചര്യം വരുമ്പോഴാണ്. അതൊക്കെ ഇത് മനസ്സിലാക്കിയാൽ, ഈ ഒരു എങ്ങനെയാണ് ഇതിന്റെ കാൽക്കുലേഷൻ എന്ന് മനസ്സിലാക്കിയാൽ ഇതിന്റെ വേർഡ് പ്രോബ്ലം അല്ലെങ്കിൽ എന്ന് നമുക്ക് വഴിക്കണക്കായിട്ട് അല്ലെങ്കിൽ വലിയൊരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ആ ചോദ്യത്തിൽ നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പൊ ക്ലിയർ ആയല്ലോ. ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ സംഖ്യയെ കണ്ടിന്യൂസ് ആയിട്ട് ഏതാണോ നമുക്ക് തന്നത്, ഇപ്പൊ 10 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 1 to 10 വരെ അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്.
അല്ലേ? അപ്പോൾ 1 to 10 വരെ 1, പിന്നെ 2, 2 × 3, 3 × 6, 6 × പിന്നെ 4 ഗുണിക്കണം 24, പിന്നെ അടുത്ത സംഖ്യ ഗുണിക്കണം 5 ഗുണിക്കണം 6, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 10 വരെ ഗുണിച്ച് ലാസ്റ്റ് കിട്ടുന്ന ആൻസർ ആണ് ആ വാല്യൂവിൻ്റെ ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യാനും പഠിച്ചു. 2 ഫാക്ടോറിയൽസ് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്? നമുക്ക് ഇതിന് കോമൺ കിട്ടിയ ഐഡിയ, ഇവിടെ താഴെ കിടക്കുന്ന ഡിനോമിനേറ്റർ ഏതാണോ അത് തുടങ്ങിയിട്ടുള്ള സംഖ്യ എഴുതണ്ട, അവിടെ വരെയുള്ള സംഖ്യ എഴുതിയാൽ മതി. ദാറ്റ് മീൻസ് ഇവിടെ 3 ആണ്. അപ്പൊ 3 തുടങ്ങി എഴുതണ്ടെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം 6, 5, 4 മാത്രം എഴുതിയാൽ മതി. ബിക്കോസ് നമുക്ക് തന്നിരിക്കുന്ന ന്യൂമറേറ്ററിൽ ഏതാ ഉള്ളത്? 6 തുടങ്ങിയിട്ടാണ്. അപ്പൊ 6, 5, 4 എഴുതിയാൽ മതി. 3, 2, 1 റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതാണ് നമ്മൾ ഇതിന്റെ തുടക്കം എന്ന രീതിയിൽ ക്രമഗുണിതം അല്ലെങ്കിൽ ഫാക്ടോറിയൽ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ അതെങ്ങനെ ചെയ്യും എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണിച്ചത്. എങ്ങനെയാണ് ഒരു ഫാക്ടോറിയൽ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക എന്നാണ് ഇപ്പൊ നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് എന്താ പറയാ, നമ്മൾ ഇതിനകത്ത് 2 ടോപ്പിക് ഹെഡിങ്ങുകളാണ് പറഞ്ഞേക്കണേ. ഒന്ന് പെർമ്യൂട്ടേഷൻ ആൻഡ് അതർ വൺ ഈസ് കോമ്പിനേഷൻ അല്ലെങ്കിൽ ക്രമീകരണം, അതുപോലെ തന്നെ തിരഞ്ഞെടുക്കാൻ. പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് പെർമ്യൂട്ടേഷൻ എന്ന വാക്കിന്റെ അർത്ഥം? പെർമ്യൂട്ടേഷൻ ദാറ്റ് ഈസ് അറേഞ്ച്മെന്റ് ആണ്. എന്താണ് അറേഞ്ച്മെന്റ്? ഒരു പർട്ടിക്കുലർ രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യുക. എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് അറേഞ്ച് ചെയ്യണം, ആ അറേഞ്ച് ചെയ്തതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. ദാറ്റ് ഈസ് കോമ്പിനേഷൻ. കോമ്പിനേഷൻ എന്ന് പറയുന്നത് അതാണ്, സെലക്ഷൻ ആണ്. കോമ്പിനേഷൻ മീൻസ് സെലക്ഷൻ, തെരഞ്ഞെടുക്കലാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് പറയാ, ഇതിന് രണ്ടിനും ഓരോ ഇക്വേഷൻസ് ഉണ്ട്. ഇപ്പൊ പെർമ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഒരു പ്രത്യേക അറേഞ്ച്മെന്റുകൾ നമുക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ ഏത് രീതിയിലെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കാം. അറേഞ്ച്മെന്റിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ഇതാണ്. അതിന് നമ്മൾ ഷോർട്ടാക്കി ഇങ്ങനെ എഴുതും, NPR. പെർമ്യൂട്ടേഷൻ ആയതുകൊണ്ടാണ് PR വന്നേക്കണേ. NPR എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുക. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇക്വേഷൻ ഇതാണ്, n ഫാക്ടോറിയൽ ബൈ ബ്രാക്കറ്റിനകത്ത് n - r ഫാക്ടോറിയൽ എന്നാണ്. NPR കാണാനുള്ള ഇക്വേഷൻ ഏതിലാണ്? പെർമ്യൂട്ടേഷനിൽ നമുക്ക് NPR, അതായത് എത്ര അറേഞ്ച്മെന്റുകൾ നമുക്ക് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് തിങ്സിൽ നിന്നോ പേഴ്സൺസിൽ നിന്നോ അല്ലെങ്കിൽ നമ്പേഴ്സിൽ നിന്നോ എത്ര രീതിയിൽ നമുക്ക് അറേഞ്ച്മെന്റുകൾ ക്രമീകരിക്കലുകൾ നടത്താം എന്നുള്ളതിന്റെ ഇക്വേഷനാണ് NPR. അതിന്റെ ഷോർട്ട് ഫോം ആണ്, ദാറ്റ് ഈസ് n ഫാക്ടോറിയൽ ബൈ n - r ഫാക്ടോറിയൽ, ഇൻ വിച്ച് r ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. എന്തിന് ഈക്വൽ ആയിരിക്കണം? r എന്ന് പറയുന്നത് n-നേക്കാൾ എന്തായിരിക്കണം? ചെറുതായിരിക്കണം. n-നേക്കാൾ ചെറുത്, അല്ലെങ്കിൽ ഇവിടെ നെഗറ്റീവ് വരുമല്ലോ. അതാണ് n വലിയ സംഖ്യ, r ചെറിയ സംഖ്യ ആണ് എങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുക? NPR കാണാൻ നമ്പർ ഓഫ് അറേഞ്ച്മെന്റുകൾ അല്ലെങ്കിൽ ഹൗ മെനി ഡിഫറെന്റ് വേസ് വി ക്യാൻ അറേഞ്ച് എ പർട്ടിക്കുലർ വേർഡ്. ഏതെങ്കിലും പ്രത്യേക രീതിയിൽ വേർഡ് ആവാം, അല്ലെങ്കിൽ കുറച്ച് എന്താ പറയാ നമ്മളിപ്പോൾ കളേഴ്സ്, ഇപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഇപ്പോൾ ആണുങ്ങളാണെങ്കിൽ ഷർട്ടും പാൻറ്റും, ഒരു പാൻറ് ഉണ്ട്, 2 കളേഴ്സ് ഓഫ് ഷർട്ട് ഉണ്ട്, അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് എത്ര ഡിഫറെൻറ്റ് വേസിൽ നമുക്കത് വെയർ ചെയ്യാം അല്ലേ? അതൊക്കെ ഒരു അറേഞ്ച്മെന്റ് ആണ്. അല്ലെങ്കിൽ നമുക്കുള്ള എന്താ പറയുക നമ്മളുടെ ഇയറിങ്സും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക നമ്മളുടെ മാല ചെയിനൊക്കെ നമുക്ക് കളർ ഫുൾ ആയിട്ടുള്ള ഡ്രസ്സിന് മാച്ച് ചെയ്ത് നമ്മൾ ഇടുമ്പോൾ ഏതൊക്കെ കളേഴ്സ് മാച്ച് ചെയ്തിടാൻ പറ്റും, അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ? അപ്പൊ എത്ര രീതിയിൽ ഏതൊക്കെ രീതിയിൽ എത്ര അറേഞ്ച്മെന്റുകൾ, അതിനാണ് നമ്മൾ എന്തുപയോഗിക്കുക? NPR ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ n - r ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. എത്ര രീതിയിൽ ടോട്ടൽ എത്ര എണ്ണുണ്ട്, ടോട്ടൽ എത്രയുണ്ട്, എത്ര അറേഞ്ച്മെന്റ്, അതാണ് n-ഉം r-ഉം എന്നിരിക്കുന്നത്. ഇനി സെലക്ഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഇതാണ്. എന്താണ് സെലക്ഷനിൽ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്? അല്ലെങ്കിൽ കോമ്പിനേഷനിൽ NCR ആണ്. C ആണ് കേട്ടോ വരെ, NCR. n ആണ്, h അല്ല. NCR ഇസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n - r ഫാക്ടോറിയൽ. ഇതാണ് നമ്മുടെ സെലക്ഷൻ്റെ ഇക്വേഷൻസ് ആദ്യം മനസ്സിലാക്കി വെക്കുക, അന്നേരം നമുക്ക് അതനുസരിച്ച് പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ ഇത് സെലക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചു. ഈ അറേഞ്ച്മെന്റുകളിൽ നിന്ന് നമ്മൾ ഏത് സെലക്ട് ചെയ്ത് നമുക്ക് വേണ്ടത് ഏതാണോ അതാണ് സെലക്ഷനിൽ നടത്തേണ്ടത്. അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ മാറി. എന്താണ് ഇവിടെയും അത് തന്നെയാണ്, r ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണ്. r എന്ന് പറയുന്നത് n-നേക്കാൾ ഒന്നുകിൽ ചെറുതായിരിക്കണം അല്ലെങ്കിൽ ഈക്വൽ ടു ആയിരിക്കണം. അത് വായിക്കേണ്ടത് എങ്ങനെയാണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആയിരിക്കണം r എന്ന് പറയുന്നതിന്റെ വാല്യൂ.
അപ്പൊ ഇതാണ് ഇതിന്റെ സെലക്ഷൻ കാണാനുള്ള ഇക്വേഷൻ. അപ്പൊ നമ്മൾ എക്സാമ്പിൾസ് നമ്മൾ ഇങ്ങനെയാ പറയാ, എന്താണ് ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ പെർമ്യൂട്ടേഷൻ അല്ലെങ്കിൽ കോമ്പിനേഷൻ ഒക്കെ നമ്മൾ എവിടെയാ അപ്ലൈ ചെയ്യുക എന്നുള്ള രീതിയിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾക്ക് ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ ഇങ്ങനെയൊക്കെയാ തരാൻ പറ്റും. നമ്മളിപ്പോൾ ഡ്രസ്സ് ഇടുമ്പോൾ അതിന് എന്താ പറയാ ഏതൊക്കെ രീതിയിൽ നമുക്ക് മാച്ച് ചെയ്ത് എന്താ പറയാ ബോട്ടം ആൻഡ് ടോപ്പ് എങ്ങനെയൊക്കെ മാച്ച് ചെയ്തിടാം, നമ്മളുടെ കയ്യിലുള്ളതിൽ നിന്ന് എങ്ങനെയൊക്കെ നമ്മൾ അറേഞ്ച്മെന്റ് നടക്കാം അല്ലെ. ബ്ലൂവും ഗ്രീനും തമ്മിൽ മാച്ച് ചെയ്തിടാമോ, അത് അങ്ങനെയാണെങ്കിൽ അത്. പിന്നെ എന്താ പറയാ ഗ്രീനും തമ്മിൽ മാച്ച് ചെയ്തിടാൻ പറ്റും, ബ്ലൂവും തമ്മിൽ മാച്ച് ചെയ്തിടാൻ പറ്റും. അപ്പൊ രണ്ട് കളേഴ്സ് ഇഫ് നമുക്ക് കയ്യിൽ അവൈലബിൾ ആണ് എങ്കിൽ ടോപ്പും ബോട്ടവും ബ്ലൂവും ഉണ്ട് ഗ്രീനും ഉണ്ട്. അപ്പൊ നമുക്ക് ബ്ലൂവും ഇടാം, ഗ്രീനും ഇടാം, ബ്ലൂവും ഗ്രീനും ഇടാം അല്ലെ, ഗ്രീനും ബ്ലൂവും ഇടാം, അങ്ങനെ അല്ലെ മാറ്റി ഇടാം. അപ്പൊ എത്ര ക്രമീകരിക്കലുകൾ നടത്തുന്നു അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. ഇതാണ് നമ്മളുടെ സെലക്ഷൻ ആൻഡ് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻസ് അല്ലെങ്കിൽ എന്താ പറയാ അറേഞ്ച്മെന്റ് ആൻഡ് സെലക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് പറയാവുന്ന എക്സാമ്പിൾസ്. ഇനിയും ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ട്. നമ്മൾ രാവിലെ നോക്കുമ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അല്ലേ. നമ്മൾ രാവിലെ സാധാരണ നമ്മളുടെ എന്താ പറയുക വീടുകളിൽ നമുക്ക് കഴിക്കാവുന്ന ബ്രേക്ക്ഫാസ്റ്റുകൾ ഇഡ്ഡലി ആകാം, ദോശയാകാം, അല്ലെങ്കിൽ എന്താ പറയുക അപ്പമാകാം, അല്ലെങ്കിൽ പുട്ടാകാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇനി ഇതിൻ്റെ കൂടെ എന്താ പറയുക നമ്മളുടെ കയ്യിൽ എന്താ പറയുക ഇപ്പോൾ സാമ്പാറുണ്ട് അല്ലെങ്കിൽ ചട്നി ഉണ്ട് അങ്ങനെ, അല്ലെങ്കിൽ കടല കറി ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ അവ എങ്ങനെയൊക്കെ നമുക്ക് കോമ്പിനേഷൻസ് അതിനകത്ത് ഏതൊക്കെ തരത്തിലുള്ള അറേഞ്ച്മെന്റുകൾ നൽകും. ഇഡ്ഡലിയും ദോശയും ആകാം, ഇഡ്ഡലിയും സാമ്പാറും ആകാം അല്ലേ. രണ്ടും നമുക്ക് ഒന്ന് കമ്പൈൻ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അതൊരു അറേഞ്ച്മെന്റ് ആണ്. അല്ലെങ്കിൽ അപ്പം കടലക്കറി ആകാം അല്ലേ, അപ്പത്തിൻ്റെ കൂടെ ഇനി എന്താ പറയുക സാമ്പാർ കഴിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെയും ആകാം. അപ്പം പല കോമ്പിനേഷൻസ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. പക്ഷെ നമ്മൾ അവിടെയൊന്നും ഈ പറയുന്ന പെർമ്യൂട്ടേഷൻ അല്ലെങ്കിൽ കോമ്പിനേഷൻ ഒന്നും നമ്മൾ അപ്ലൈ ചെയ്യാറില്ല. പക്ഷെ അതൊക്കെ നമ്മൾ മാത്തമാറ്റിക്കലി കൺസിഡർ ചെയ്യുമ്പോൾ ഈ പറയുന്ന രീതിയിലൊക്കെ അറേഞ്ച്മെന്റുകൾ ചെയ്യാനായിട്ട് എത്ര അറേഞ്ച്മെന്റുകൾ ടോട്ടൽ നമ്പർ ഓഫ് വേസ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളത് നമ്മൾ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ മാറ്റിവെച്ചു ഇതും ചെയ്യാം അങ്ങനെ മാറ്റിവെക്കുന്നതിനേക്കാൾ ഉപരി നമുക്ക് ഒരു ഷോർട്ട് കട്ട് മെത്തേഡിൽ നമുക്ക് അതിന്റെ അറേഞ്ച്മെന്റും സെലക്ഷൻ നടത്താനുള്ള ഇക്വേഷൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. കിട്ടിയല്ലോ. NPR ഫോർ ദ പെർമ്യൂട്ടേഷൻ അറേഞ്ച്മെന്റിനും NCR ഫോർ ദ സെലക്ഷൻ ഓർ കോമ്പിനേഷനും വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ്. ദാറ്റ് ഇസ് n ഫാക്ടോറിയൽ ബൈ r ഫാക്ടോറിയൽ ബൈ n മൈനസ് r ഔട്ടർ, അതായത് ബ്രാക്കറ്റിന്റെ പുറത്താണ് നമ്മൾ ഫാക്ടോറിയൽ ചിഹ്നം രണ്ടോടത്തും ഇട്ടിരിക്കുന്നത്. കിട്ടിയല്ലോ. അപ്പൊ രണ്ട് ഇക്വേഷൻസ് ഓർത്ത് വെക്കുക, പഠിച്ചു വെക്കുക, എഴുതി വെച്ചിട്ട് പഠിക്കുക കേട്ടോ. ഇനി ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എങ്ങനെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്തു നോക്കാം. ഇക്വേഷൻ ഒക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ. ഓക്കെ, അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ എഴുതാം. ഇതാണ്: ഹൗ മെനി ട്രയാങ്കിൾസ് ക്യാൻ വി മേക്ക് യൂസിങ് 4 പോയിന്റ്സ്? 4 കുത്തുകൾ ഇട്ടിരിക്കുകയാണ്, 4 ബിന്ദുക്കളാണ്, 4 പോയിന്റ് മാർക്ക് ചെയ്തിരിക്കുന്നത്. എനിവേ എവിടെയാണെങ്കിലും, അതായത് നമുക്ക് 4 കുത്തുകൾ എവിടെയെങ്കിലും ഒക്കെ ഇട്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്തിടാം. ഈ കുത്തുകൾ യോജിപ്പിച്ച് ഹൗ മെനി ട്രയാങ്കിൾസ് യു ക്യാൻ മേക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഈ ഒരു ട്രയാങ്കിൾസിന്റെ എന്താ പറയാ കുത്ത് ഇതിന് പകരം നമുക്ക് ഇവിടെ പേര് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ യൂഷ്വലി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒരു ട്രയാങ്കിൾ വരച്ച് കഴിഞ്ഞാൽ പേര് കൊടുക്കും അല്ലെ. ചെറിയ ക്ലാസ്സിൽ തുടങ്ങി നമുക്കറിയാം ടീച്ചേഴ്സ് ഒക്കെ ട്രയാങ്കിൾ വരച്ച് കഴിയുമ്പോൾ അതിനൊരു നെയിം ചെയ്യ് എന്ന് പറയും അല്ലെ. ദാറ്റ് മീൻസ് ദ വെർട്ടെക്സ് ഷുഡ് ബി നെയിംഡ്. അതിന്റെ ശീർഷങ്ങളിലൊക്കെ ഒരേ അക്ഷരം കൊടുത്തിട്ടാൽ മതി. ABC എന്നോ PQR എന്നോ XYZ എന്നോ ഒക്കെ നമ്മൾ പേരിടും. ഇവിടെ 4 പോയിന്റ്സ് വിച്ച് ആർ നെയിംഡ് ABCD എന്ന് പറയുന്ന 4 എന്താ പറയാ ലെറ്റേഴ്സ് നമ്മൾ ഇവിടെ ഡിനോട്ട് ചെയ്ത് 4 പോയിന്റ്. ഈ പോയിന്റുകൾ യോജിപ്പിച്ച് ഹൗ മെനി ട്രയാങ്കിൾസ് യു ക്യാൻ മേക്ക് എന്നാ ചോദിച്ചേക്കണേ. എത്ര ട്രയാങ്കിൾസ് ഉണ്ടാക്കാൻ പറ്റും നോക്കിയേ. ഇപ്പൊ ഞാനിവിടെ വരയ്ക്കാം, ഇത് കുറച്ച് വരച്ച് കാണിച്ചു തരാം. എന്താണ് ട്രയാങ്കിൾ എന്നൊന്നും അറിയണമല്ലോ നിങ്ങൾ അല്ലെ. എന്താ പറയാ ക്ലോസ് ദി ഫിഗർ വിച്ച് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ ജോയിനിങ് 3 പോയിന്റ്സ്. 3 കുത്തുകൾ അല്ലെങ്കിൽ 3 പോയിന്റുകൾ, 3 ബിന്ദുക്കൾ യോജിപ്പിച്ചുണ്ടാകുന്ന ഒരു ക്ലോസ്ഡ് ഫിഗറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ട്രയാങ്കിൾ എന്ന് വിളിക്കുക. അപ്പൊ അത് ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഞാൻ വരച്ചു. Aയും Bയും Cയും മിക്സ് ചെയ്ത് അല്ലെങ്കിൽ അത് ജോയിൻ ചെയ്ത് ഒരു ട്രയാങ്കിൾ വരച്ചു. ആൻഡ് അഗെയിൻ നമുക്ക് വരയ്ക്കാം Aയും Bയും Dയും യോജിപ്പിച്ച് മറ്റൊരു ട്രയാങ്കിൾ വരയ്ക്കാം അല്ലെ. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. ഇനി ഏതെങ്കിലും ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുമോ? ഏത് ട്രയാങ്കിൾ വരയ്ക്കാം? DCയും Bയും യോജിപ്പിച്ച് മറ്റൊരു ട്രയാങ്കിൾ വരയ്ക്കാം. കണ്ടോ എത്ര ട്രയാങ്കിൾസ് നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും എന്നാ നമ്മളോട് ചോദിച്ചേക്കണേ. അപ്പൊ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം. ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം. ഇപ്പൊ എത്ര വരച്ചു എത്രണ്ണം വരച്ചു എന്ന് ഓർമ്മയുണ്ടോ? അതായത് Aയും Bയും Dയും യോജിപ്പിച്ച് ഒരു ട്രയാങ്കിൾ വരച്ചു. ട്രയാങ്കിൾ ABD. പിന്നെയോ Aയും Bയും Cയും യോജിപ്പിച്ച് ഒരു ട്രയാങ്കിൾ വരച്ചു. ABC.
പിന്നെ ഏതാ വരച്ചത്? പിന്നെ ABD എഴുതി, ABCയും എഴുതി. പിന്നെ ഏതാ യോജിപ്പിച്ചത്? CBD അല്ലെങ്കിൽ BCD ട്രയാങ്കിൾ, BCD എന്ന് പറയുന്ന ട്രയാങ്കിൾ യോജിപ്പിച്ച് വരച്ചു. ഇനിയുണ്ടോ ഏതെങ്കിലും യോജിപ്പിക്കാത്തത്? ഏതെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലോ. നമുക്ക് ഇത് പറയാം അല്ലെ. ACD ട്രയാങ്കിൾ, ACD എന്ന് പറയുന്ന ട്രയാങ്കിൾ ദേ കണ്ടോ, ഇങ്ങനെ യോജിപ്പിച്ച് വരച്ചു. ഇനി ഏതെങ്കിലും പറ്റുമോ? നമുക്ക് വരയ്ക്കാനായിട്ട്? നോക്കാം, ഇത്രയും ട്രയാങ്കിൾസ് നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. ഇനി തിരിച്ചു മറിച്ചൊക്കെ പറയാം, അക്ഷരങ്ങൾ മാറ്റി പറയാം. എങ്ങനെ പറയാം? ഇപ്പൊ ഞാനിവിടെ ഇത് ABD എന്ന് പറയുന്ന ട്രയാങ്കിൾ അല്ലേ, ABD എന്ന് പറയുന്ന ട്രയാങ്കിൾ അല്ലേ, അതിന് പകരം തിരിച്ച് നേരെ ആ ട്രയാങ്കിളിൽ തന്നെ പേര് മാറ്റി പറയാം. DBA എന്നും പറയാലോ. ഡിയിൽ നിന്നും തുടങ്ങുകയാണെങ്കിൽ DBA എന്ന് പറയാം, ബിയിൽ നിന്നും തുടങ്ങുകയാണെങ്കിൽ BAD എന്നും പറയാം. സോ ഇതിനകത്ത് തന്നെ നമുക്ക് 3 രീതിയിൽ മാറ്റി പറയാം. നമ്മൾ അക്ഷരങ്ങൾ മാറ്റി നമുക്ക് പറയാൻ സാധിക്കും. പക്ഷെ ഇത് ഇങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇത് പോയിന്റ് നോക്കി എത്ര ട്രയാങ്കിൾസ് വരയ്ക്കാൻ പറ്റും എന്നൊക്കെ ഇത്തിരി സമയം എടുക്കും. പക്ഷെ നമ്മൾ എഴുതുന്നത് കോമ്പറ്റേറ്റീവ് എക്സാംസ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ആ രീതിയിൽ ചെയ്യുന്നതിനേക്കാൾ ഉപരി നമുക്ക് എന്ത് ചെയ്യാം? ഇത് നമ്മളുടെ ഈ പെർമ്യൂട്ടേഷൻ അറേഞ്ച്മെന്റ് എത്ര രീതിയിൽ ട്രയാങ്കിൾസ് ക്രമീകരിക്കാം എന്നുള്ളത് കണ്ടുപിടിക്കാൻ നമുക്ക് ആ ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ പോരെ. സോ വാട്ട് ഈസ് ദ ഇക്വേഷൻ? എന്താണ് നമ്മുടെ ഇക്വേഷൻ? NCR അല്ലെ. ആ കോമ്പിനേഷൻസ് ഏതൊക്കെ രീതിയിൽ കമ്പൈൻ ചെയ്ത് നമുക്ക് ആ ഒരു ട്രയാങ്കിൾ എത്ര എണ്ണം വരയ്ക്കാൻ പറ്റും എന്ന് കണ്ടുപിടിക്കാൻ NCR കണ്ടുപിടിക്കാൻ എന്തായിരുന്നു ഇക്വേഷൻ? N ഫാക്ടോറിയൽ ബൈ N മൈനസ് R ഫാക്ടോറിയൽ അല്ലെ. NCR കാണാം. N ഫാക്ടോറിയൽ ബൈ N മൈനസ് R ഫാക്ടോറിയൽ. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി. അതായത് ഇതിനെ നമുക്ക് NCRന് പകരം 4C3 എന്താ പറയാ 3, അതായത് 4C3 എന്നാണ് പറയാ. 4C3 എങ്ങനെ വന്നത്? 4 പോയിന്റുകളുണ്ട്. ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കാൻ എത്ര ബിന്ദുക്കൾ യോജിപ്പിക്കണം? 3 എണ്ണം. അതാണ് 4C3. അതായത് NCRന് പകരം നമ്മൾ കൊടുത്തത് 4C3 എന്നാണ്. അപ്പൊ നമുക്കത് അവിടെ കൊടുക്കാം. അപ്പൊ നമ്മൾ ഇവിടെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ N ഫാക്ടോറിയൽ മീൻസ് 4 ഫാക്ടോറിയൽ. N ആണല്ലോ, Nന്റെ സ്ഥാനത്താണ് ഞാനിവിടെ 4 കൊടുത്തേക്കണം. അപ്പൊ N ഫാക്ടോറിയലിന്റെ സ്ഥാനത്ത് 4 ഫാക്ടോറിയൽ ബൈ വീണ്ടും ബ്രാക്കറ്റിനകത്ത് 4 മൈനസ് 3 ഫാക്ടോറിയൽ ആണ് അല്ലെ. ഫാക്ടോറിയൽ പുറത്താണ്. 4 മൈനസ് 3 എന്താ കാരണം? അത് ട്രയാങ്കിളിന്റെ ഒരു എന്താ പറയാ ഉണ്ടാക്കാനായിട്ട് നമുക്ക് 3 സൈഡ്സ് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ 3 പോയിന്റുകൾ യോജിപ്പിക്കണം. 3 പോയിന്റ് യോജിപ്പിച്ചാലേ 3 സൈഡ് ആകുള്ളൂ. അപ്പൊ 3 പോയിന്റുകൾ നമ്മൾ യോജിപ്പിക്കുന്നു. അതുകൊണ്ടാണ് 3 അവിടെ R-ന്റെ സ്ഥാനത്ത് വന്നേക്കണേ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 4C3 എന്ന് പറയുന്നത് NCRന് പകരം എഴുതാം. അതിന്റെ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ 4 ഫാക്ടോറിയൽ ബൈ 4 മൈനസ് 3 ഫാക്ടോറിയൽ ആണ്. അപ്പൊ എത്ര രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കാം. അപ്പൊ നോക്കിയേ, 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കറിയാലോ, ഇത് അവിടെ തന്നെ കിടക്കട്ടെ. നമുക്കിവിടെ 4 മൈനസ് 3 ചെയ്യാം. 4 മൈനസ് 3 എത്രയാണ്? 1 ആണ്. 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. അപ്പൊ 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ബൈ 4 ഫാക്ടോറിയൽ അതാണ്. 1 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 1 മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് കിട്ടും 4 ഇൻറ്റു 3 12, 12 ഇൻറ്റു 2 12 ഇൻറ്റു 2 24 വെയ്സ് എന്ന് കിട്ടും. ഓക്കെ, 24 വേസിൽ നമുക്ക് ഈ ട്രയാങ്കിൾസ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഈ 4 പോയിന്റുകൾ ചേർത്ത് 24 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ട്രയാങ്കിൾസ് ഫോം ചെയ്യാൻ സാധിക്കും. അത് നമുക്ക് ഇങ്ങനെ എണ്ണി കഴിഞ്ഞപ്പോൾ നമുക്ക് നേരെ നോക്കുമ്പോൾ നമുക്ക് 4 ട്രയാങ്കിൾസ് ആണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ വേറെ രീതിയിലും ഏതൊക്കെ രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതേ രീതിയിൽ. അതേസമയം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല. ഒരു എന്താ പറയാ എഴുതിയിരിക്കുന്ന ഒരു അക്ഷരം തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാതൊക്കെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒറ്റ ട്രയാങ്കിൾസ് ആയിട്ട് 4 പറ്റുള്ളൂ. ടോട്ടൽ എത്ര ബേസിൽ നമുക്ക് ഈ ട്രയാങ്കിൾസ് നമുക്ക് റീഡ് ചെയ്യാം, അല്ലെങ്കിൽ വരയ്ക്കാം, അല്ലെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ വായിക്കാം എന്നുള്ളതാണെങ്കിൽ അതിന്റെ എത്ര ബേസിൽ നമുക്ക് പറ്റും? 24 ബേസിലാണ്. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് ഈ ഒരു കാര്യങ്ങൾക്ക് അറേഞ്ച്മെന്റുകൾ നടത്താൻ, കോമ്പിനേഷൻസ് സെലക്ട് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് ഈ പറയുന്ന രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും. ഇനി മറ്റൊരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലോ നോക്കാം. ഇൻ ഹൗ മെനി വേസ് ദ വേർഡ് മാജിക് ക്യാൻ ബി റിട്ടൺ? മാജിക് എന്ന് പറയുന്ന വാക്ക് ഇവിടെ സെലക്ട് ചെയ്യണ്ട. നമുക്ക് ഈ മാജിക് എന്ന് പറയുന്ന വാക്കിനെ ഏതൊക്കെ രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചത്. ഏതാണിത്? അതായത് മാജിക് എന്ന് പറയുന്ന വാക്ക് നോക്കാം, MAGIC. അതിനകത്ത് എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് നോക്കാം. നമുക്ക് എത്രയാണ്? 5 ലെറ്റേഴ്സ് ആണ്. 5C1 ചെയ്താൽ മതി അല്ലെ. 5C1 എന്ന് പറയുന്ന ആ സംഭവം ചെയ്ത് അതായത് 5 ലെറ്റേഴ്സ് ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് ഓരോ അക്ഷരങ്ങൾ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഏതൊക്കെ രീതിയിൽ എത്ര രീതിയിൽ നമുക്ക് അതിന്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതെന്താ ചെയ്യേണ്ടത്? 5C1 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 5 ഫാക്ടോറിയൽ ബൈ C1 ആണ്. അപ്പൊ 1 ഫാക്ടോറിയൽ ആണ്.
അല്ലേ? 5 ഫാക്ടോറിയൽ ബൈ 1 ഫാക്ടോറിയൽ ആണ് നമ്മൾ ചെയ്യേണ്ടത്. 5 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1ഉം 1ൻ്റെ ഫാക്ടോറിയൽ 1ഉം ആണ്. 1 മാത്രമേ സ്ട്രൈക്ക് ചെയ്ത് പോകുള്ളൂ. 5 ഇൻറ്റു 4 20, 20 ഇൻറ്റു 6 ആണ് അല്ലേ? 6 അല്ലേ? അപ്പോൾ എത്ര വരും? 120 വേയ്സ് ആണ് നമുക്ക് കിട്ടുക. അപ്പം ഈ രീതിയിൽ നമുക്ക് എന്താ പറയുക ക്രമീകരണങ്ങൾ നടത്താൻ എന്താ പറയുക നമുക്ക് തന്നിരിക്കുന്ന ഏതെങ്കിലും ഗ്രൂപ്പിൽ നിന്ന്, ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് അല്ലെങ്കിൽ തിങ്സ് അല്ലെങ്കിൽ നമ്പേഴ്സിൽ നിന്ന് എന്തൊക്കെ രീതിയിലുള്ള അറേഞ്ച്മെൻറ്റുകൾ നടത്താൻ സാധിക്കും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ എളുപ്പത്തിൽ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് നമ്മൾ ഇതുപോലെയുള്ള അറേഞ്ച്മെൻറ്റുകളും അതിൽ നിന്ന് സെലക്ഷനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഈ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. അത് മനസ്സിലായിട്ടുണ്ടാകും. നിങ്ങൾ ചെയ്തു നോക്കുക, അതിൻ്റെ കൂടെ വരുന്ന ക്വസ്റ്റ്യൻസും ഒന്ന് ആൻസർ ചെയ്യാൻ നോക്കുക. ഓക്കെ, അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ.